വാർത്തയിലേക്ക് പോവുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് CPM. LDFിൽ CPIക്കും CPMനുമാണ് ഓരോ സീറ്റുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കിട്ടുകയില്ല. അതേസമയത്ത് തന്നെയാണ് RJDയും NCPയും ഓരോ സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ പാർട്ടികളുമായിട്ടും ചർച്ച നടത്താനാണ് ഇപ്പോൾ CPMന്റെ തീരുമാനം. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് BV അരുൺ നൽകും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാനത്ത് വിജയിക്കാൻ കഴിയുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അവകാശവാദവുമായി രംഗത്തുള്ളത്. CPM, CPI, കേരള കോൺഗ്രസ് എം പ്രതിനിധികളുടെ കാലാവധിയാണ് കഴിയുന്നത്. ഇതിൽ CPM തന്നെ ഒരു സീറ്റ് ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു സീറ്റിലേക്കാണ് CPI, കേരള കോൺഗ്രസ് എമ്മും ശക്തമായ അവകാശവാദവുമായി രംഗത്തുള്ളത്. RJDയും ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം RJD ഉന്നയിക്കുന്നത്. NCPയും ഇടതുമുന്നണി നേതൃത്വത്തോട് സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ഒരു തർക്കമില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് CPI നേതൃത്വം നടത്തുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഉഭയ ചർച്ചയിലേക്ക് CPM കടക്കുന്നത്. 6-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ആദ്യ ദിവസമാണ്. അന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. മറ്റു പാർട്ടികളെയും CPM ചർച്ചയ്ക്ക് വിളിക്കും. ഇടതുമുന്നണി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. 13-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് എം അവരുടെ ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് സീറ്റ് ആവശ്യപ്പെടുന്നത്. ക്യാബിനറ്റ് പദവി ഉള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഏതെങ്കിലും പദവി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. CPI മുതിർന്ന നേതാവ് K പ്രകാശ് ബാബുവിനെയാണ് രാജ്യസഭയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. CPM M സ്വരാജിനെ പോലുള്ള നേതാക്കളെ സഭയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ആർക്കാണ് സീറ്റ് നൽകുക? ഒരു സീറ്റ് CPM മത്സരിക്കുമ്പോൾ മറ്റൊരു സീറ്റ് ആര് എന്നത് വലിയ തർക്കമായി മാറാതെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്, CPM നടത്തുന്നത്. എന്നാൽ അത്ര എളുപ്പമല്ല പ്രശ്നപരിഹാരം ഈ വിഷയത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിനും CPMനും. LDFിൽ രാജ്യസഭാ സീറ്റ് നിർണയം അത്ര എളുപ്പമല്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമാണ്. ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ MP സ്ഥാനം ഒഴിയാൻ പോകുന്നത്, കാലാവധി കഴിയാൻ പോകുന്നത്. അതിനാൽ തന്നെ ജോസ് കെ മാണിക്ക് ഒരു പദവി വേണം എന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് 2 അഭിപ്രായം ഇല്ല. അതിനാൽ തന്നെ രാജ്യസഭാ സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും കേരള കോൺഗ്രസ് എം. ഇത് ഈ ചർച്ചകളെ ഏത് രീതിയിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കോട്ടയത്ത് നിന്ന്. രാജ്യസഭാ MP സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അഭിമാനം ഉള്ളതാണ്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഈ പാർട്ടി ചെയർമാന്റെ സ്ഥാനം തന്നെയാണത്. UDFിൽ നിന്ന് LDFിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനമാണ്. അത് ഇവിടെ എത്തിയ ശേഷം നഷ്ടപ്പെട്ടു എന്ന് വരുന്നത് അത് അണികളെ അടക്കം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയം കൂടിയാണ്. മാത്രവുമല്ല, ഇത് 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഈ ചർച്ച നടക്കുന്നത്. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ, അതായത് തോമസ് ചാഴികാടൻ തോറ്റാൽ അതും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. തൊട്ടു പിന്നാലെ രാജ്യസഭാ സീറ്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ട ഇടതുമുന്നണിയിൽ തുടരുക എന്നത് അവരെ സംബന്ധിച്ച് എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് തന്നെ തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് തന്നെയാണ് നേരത്തെയും ജോസ് കെ മാണി പ്രഖ്യാപിച്ചത്. കാരണം ഒരു പരസ്യ പ്രചരണം, ചർച്ച, വിവാദങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് ഈ സീറ്റിന് വേണ്ടി നിൽക്കുന്നത് CPMഉം CPIയുമാണ്. അവരെ രണ്ടുപേരെയും ചൊടിപ്പിക്കുന്നതിന് കാരണമാകും. അത്തരത്തിലൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്നും കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി ഉഭയകക്ഷി ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും. പ്രത്യേകിച്ച് MP സ്ഥാനം നഷ്ടപ്പെട്ടാൽ 2 MPമാരുള്ള തങ്ങൾക്ക് പിന്നീട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു പ്രാതിനിധ്യം ഇല്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടാൻ കൂടിയായിരിക്കും അവരുടെ ഒരു ശ്രമം ഉണ്ടാകുക. എന്തായാലും ഈ ക്യാബിനറ്റ് പദവികൾ മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് എത്തണമെങ്കിൽ തൽക്കാലം അതിനോട് യോജിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം CPMഉം CPIയും ഒരു കടുത്ത നിലപാടിൽ എത്തിയാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവി എന്നതിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു മുന്നണി മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ മാത്രമായിരിക്കും സംഭവിക്കാൻ സാധ്യത. ഇപ്പോഴേ ഒരു മുന്നണി മാറ്റം പോലുള്ള കാര്യങ്ങളിലേക്ക് ഇതിലൂടെ കടന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന ഭരണം ആരുടേത് എന്നതുപോലും ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ അതൊരു ഗുണമാകില്ല എന്ന വിലയിരുത്തൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. തൽക്കാലം അതുകൊണ്ട് ഒരു അതായത് LDFിനൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ കേരള കോൺഗ്രസ് എം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.